തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ കമ്മീഷണർ അങ്കിത് അശോകിനെ മാറ്റണം എന്ന സർക്കാരിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പരിഗണിച്ചേക്കും. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇക്കാര്യത്തിലെ കമ്മീഷന്റെ നിലപാട് സർക്കാരിന് നിർണായകമാണ്. എസ് ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി, എന്തായാലും തെരഞ്ഞെടുപ്പാണ്, പ്രത്യേകിച്ച് സർക്കാരിന് ഇത് ഒരു വലിയ പ്രതിസന്ധിയാക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ രീതിയിൽ ഒരുപക്ഷെ ഈ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അപവാദം കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മീഷണർ അങ്കിത് അശോകിനെതിരെ നടപടിയെടുക്കുന്നത് വളരെ നിർണായകമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നിലപാടനുസരിച്ചിരിക്കും എന്നുള്ളത് എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഏറെ നിർണായകമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും അങ്കിത് അശോകനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു ദിവസം എന്നുള്ളത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളിൽ അങ്കിത് അശോകിനെ മാറ്റണമെന്നൊരു ആവശ്യം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മുന്നോട്ട് വയ്ക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് നിർദ്ദേശം നൽകുന്നു. DGP ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊരു സ്ഥലം മാറ്റം അത് നടക്കാനുള്ള സാധ്യതകൾ കുറവാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടുകൂടി മാത്രമേ അതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നാണ് അതിലൊരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കാൻ പോവുക. ഈ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ DGP സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നേരെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് നേരെ പോകുന്നത് ചീഫ് സെക്രട്ടറിയിലേക്കാണ്. ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി വഴിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം മുന്നോട്ട് അറിയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കാൻ ആലോചിക്കുന്നത്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി കടക്കാനുള്ള സാധ്യതകളില്ല. ഇനി 3 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു പെട്ടെന്നൊരു സ്ഥലമാറ്റം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സാവധാനം ഒരു സ്ഥലമാറ്റമായിരിക്കാം ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുക. അങ്ങനെ വരികയാണെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് അങ്കിത് അശോക് കമ്മീഷണർ സ്ഥാനത്ത് തുടരുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് ക്രമസമാധാനത്തെ ഉൾപ്പെടെ അത് ബാധിക്കുമെന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ട്. പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തിയാണ് ഈ ഒരു പൂരം അലങ്കോലമാക്കാനുള്ള ശ്രമം നടത്തിയത് എന്നുള്ളൊരു വിമർശനം ഇന്റലിജൻസിന്റെ ഭാഗത്ത് നിന്ന് നിൽക്കുന്ന റിപ്പോർട്ട് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി കൂടുതൽ വിശദാംശങ്ങൾ ഈ വിഷയത്തിൽ തേടുകയാണെങ്കിൽ അതിൽ സർക്കാർ വെട്ടിലാകുമെന്നുള്ളതിൽ സംശയമില്ല. ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അതിൽ വെട്ടിലാകുമെന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ വരികയാണെങ്കിൽ പോലീസിന് ഗുരുതരമായിട്ടുള്ള വീഴ്ച തൃശൂർ പൂരത്തിൽ ഇക്കുറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആ റിപ്പോർട്ടുകൾ നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ നൽകേണ്ടതായിട്ട് വരും. ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ നൽകേണ്ടി വരും. അവിടെയും പോലീസിനെ തിരിച്ചടിയായി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടുകൾ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് തരത്തിൽ എടുക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അങ്കിത് അശോക് ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടരുന്നത്. ക്രമസമാധാനത്തെ ഉൾപ്പെടെ അത് ബാധിക്കുമെന്നുള്ളൊരു ആശങ്ക ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇന്ന് ഇക്കാര്യത്തിൽ നിർണായകമായ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കാൻ പോകുന്നത്. ഒരുപക്ഷെ 10 മണിയോടുകൂടി ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.